ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാനെന്താണ് ഒരു ദിവസത്തെ ലീവെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ കടയിലോട്ട് പോവാണ്. ഇനിയുള്ള വിശേഷങ്ങളെല്ലാം കടയിലെയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഒപ്പം നിൽക്കുക. ഇതുവരെ സപ്പോർട്ട് മുമ്പോട്ട് നിൽക്കുക. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഒരു പൊറോട്ടയും മീൻചാറും ഒരു ചായ എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് സവോള എല്ലാം പൊളിച്ചിടാനുണ്ടായിരുന്നു, അതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലകളെല്ലാം വന്ന് നമുക്ക് തൂക്കിയിടുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം അങ്ങനെ നടന്നു. അതിനുശേഷം പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കറികളൊക്കെ എടുക്കുക. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവർ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റ് പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നമുക്ക് നല്ല മഴയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും പച്ചക്കറി വന്നു. പിന്നെ അത് തൂക്കാനും അടുക്കി വെക്കാനും അങ്ങനെ പോയി. അങ്ങനെ ആ ഒരു കുറച്ച് പരിപാടികൾ ആ വഴി നടന്നു. പച്ചക്കറികൾ, മോശമായ പച്ചക്കറികളൊക്കെ മാറ്റി നല്ല പച്ചക്കറികൾ മാത്രം കയറ്റി വെച്ച് അങ്ങനെ കുറച്ച് പരിപാടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ പരിപാടികൾ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് മീൻ വരുന്നുണ്ട്, മീൻ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവരോട് പൈസ മേടിക്കുന്നുണ്ട്, ഓർഡർ എടുക്കുന്നുണ്ട്. ഓർഡർ എടുത്ത് അതിനാവശ്യമായ സാധനങ്ങൾ ലിസ്റ്റെല്ലാം എടുത്ത് അതെല്ലാം എടുത്ത് മീൻ വെട്ടാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അല്ലറില്ല പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷെൽഫേ വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസൊക്കെ വന്നത്, നെയ്യ്, അങ്ങനെ ഇതുവരെ ഇല്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ നമ്മളിപ്പോൾ കയറ്റുന്നുണ്ട്. നെയ്യ്, അങ്ങനെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വന്നു. പിന്നെ അതെല്ലാം അടുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികൾ രാവിലെ ചെല്ലുമ്പോൾ തൊട്ട് നമുക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനുള്ള സമയം പോലും നമുക്ക് കിട്ടാറില്ല. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മളിത് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ എന്താ പറയുക നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടേതായ പരിപാടികൾ വീണ്ടും കിടക്കുവാണ്. ഓരോ പാക്കറ്റുകൾ അടുക്കി വെക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അരിയെല്ലാം തൂക്കി അടുക്കി വെക്കണം. അരിയൊക്കെ നമ്മൾ അരിയും പഞ്ചസാരയും നമ്മൾ ഓരോ കിലോയും 5 കിലോ ഒക്കെ ആയിട്ട് നമ്മൾ തൂക്കി വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ കല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് തിരക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തൂക്കി ഓരോരുത്തരെയും മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ എല്ലാവർക്കും സ്പീഡ് സാധനങ്ങൾ കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ അരിയും പഞ്ചസാരയൊക്കെ ഓരോ കിലോ ആയിട്ടൊക്കെ നമ്മൾ തൂക്കി വെച്ചേക്കുവാണ്. അങ്ങനെ പഞ്ചസാരയൊക്കെ വന്നു, അതെല്ലാം തൂക്കി വെച്ചു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് വരും, അവരെ കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കടയിൽ ഒരു ദിവസം പോകുന്നത്. പിന്നെ അതിൻ്റെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നാട്ടോ ചോറ് കൊണ്ടുവരുന്നത്. ചോറും കാര്യങ്ങളെല്ലാം കഴിച്ചു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ABJയുടെ വണ്ടി വന്നു. ABJയുടെ വണ്ടിയിൽ നിന്ന് നല്ല അടിപൊളി ചൂര, തിരിയാന്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫ്രഷ് മീനുകളും വന്നു. രാവിലെ വന്ന മീനിൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രാവിലെ ഒരുപാട് മീനുകൾ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അവരുടെ കൂടെ നമ്മൾ കയറ്റി വെക്കാനും അടുക്കാനും അതിനുശേഷം അതുകൊണ്ട് ഈ തട്ടയിടാനൊക്കെ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഒരു വഴിക്ക് നടന്നു. പിന്നെ നമ്മുടെ മാനേജർ അവിടെ ഇരുന്ന് ഓരോരോ കണക്ക് കൂട്ടല പരിപാടികളൊക്കെയാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരനാട്ടോ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാട്ടോ വരുന്നത്. നല്ല അടിപൊളി തിരിയാനും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ശീലാവുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മീനുകളും നല്ല അടിപൊളി കടൽ വരാലുണ്ടായിരുന്നു, ചെമ്പല്ലി ഉണ്ടായിരുന്നു, എല്ലാ മീനുകളെല്ലാം നോക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ തട്ടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ മീനുകളും ഉണ്ട്, ഉണക്കമീനുകളായാലും പുതിയ ഐറ്റംസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരിക, സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള വിജയം എന്ന് പറയുന്നത്. നിങ്ങളൊപ്പം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക്